ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിന്റെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ഇന്ന് ബെൽജിയത്തെ നേരിടും. രാത്രി 12:30-ക്കാണ് മത്സരം. ലോകകപ്പിൽ രണ്ട് വ്യത്യസ്ത ശൈലി പിന്തുടരുന്ന ടീമുകളാണ് സ്പെയിനും ബെൽജിയവും. ബോൾ നിയന്ത്രിച്ച കളിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സ്പെയിനും കിട്ടുന്ന അവസരങ്ങളിൽ എതിരാളികളുടെ ഗോൾ വല തുളയ്ക്കുന്ന ബെൽജിയവും. തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും ക്വാർട്ടറിലെത്തിയത്. ആകെ കളിച്ച 5 മത്സരത്തിൽ കേപ്പ് വെർദിയോടൊഴികെ 4 മത്സരത്തിലും സ്പെയിൻ ജയം സ്വന്തമാക്കി. പ്രീ ക്വാർട്ടറിൽ വീഴ്ത്തിയത് ശക്തരായ പോർച്ചുഗലിനെ. ജീവൻ മരണ പോരാട്ടത്തിൽ നിന്ന് തിരിച്ചു വന്ന കഥയാണ് ബെൽജിയത്തിനുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇറാനോടും ഈജിപ്തിനോടും സമനില വഴങ്ങിയ ബെൽജിയം ശേഷിച്ച 3 മത്സരത്തിലും വിജയിച്ചു. ഇതിൽ സെനഗലുമായി നടത്തിയ തിരിച്ചുവരവ് ഈ ലോകകപ്പിലെ തന്നെ മികച്ച മത്സരങ്ങളിലൊന്ന്. ഇതുവരെ ഇരു ടീമുകളും 22 തവണയാണ് ഏറ്റുമുട്ടിയത്. അതിൽ 12 തവണ സ്പെയിൻ ജയം സ്വന്തമാക്കിയപ്പോൾ 5 മത്സരത്തിൽ ജയം ബെൽജിയത്തിനൊപ്പം നിന്നു. 5 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ലോകകപ്പിൽ ഇരു ടീമുകളും 2 തവണയാണ് ഏറ്റുമുട്ടിയത്. 1986-ലും 1990-ലും. 86-ൽ പെനാൽറ്റിയിൽ സ്പെയിനെ ബെൽജിയം വീഴ്ത്തിയപ്പോൾ 4 വർഷത്തിനു ശേഷം 1990-ൽ ബെൽജിയത്തെ 2-1 സ്പെയിനും വീഴ്ത്തി. 5 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളാണ് റെഡ് ഡെവിൾസ് അടിച്ചുകൂട്ടിയത്. 5 തവണ സ്വന്തം വലയിൽ ഗോൾ വാങ്ങുകയും ചെയ്തു. മറുവശത്ത് 9 ഗോൾ അടിച്ച സ്പാനിഷ് പടയുടെ വല കുലുക്കാൻ ഇതുവരെ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. സൂപ്പർ താരം യമാലിൽ തന്നെയാണ് സ്പെയിന്റെ പ്രതീക്ഷ. ഗോളടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൗമാരതാരത്തിന്റെ ത്രൂ ബോളുകൾ ബെൽജിയത്തിന് തലവേദനയാകും. പേരുകേട്ട മധ്യനിര കൂടി ചേരുന്നതോടെ ടീമിന്റെ ആക്രമണം ശക്തം. ഇതുവരെ ഗോൾ വഴങ്ങാത്ത ഉനായി സിമോണിന് കാവലായി ലപ്പോർട്ടും കുബാർസിയും നയിക്കുന്ന പ്രതിരോധ നിരയുമുണ്ട്. ബെൽജിയത്തിന്റെ കൗണ്ടർ അറ്റാക്കുകൾക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് സാരം. സൂപ്പർ സബ്ബായി വന്ന് വലകുലുക്കുന്ന ലുക്കാക്കുവിലാണ് റെഡ് ഡെവിൾസിന്റെ പ്രതീക്ഷ. സൂപ്പർ താരങ്ങളായ കെവിൻ ഡിബ്രോയിനും ഡോക്കുവും ഫോമിലേക്ക് മടങ്ങിയെത്തിയാൽ ഇതുവരെ വിറയ്ക്കാത്ത സ്പാനിഷ് പ്രതിരോധം വിയർക്കും. തിബോ കോർത്തുവ കാക്കുന്ന ഗോൾ വലയിലേക്ക് പന്തെത്തിക്കുക സ്പെയിന് വെല്ലുവിളിയാകും. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.